അവനെ മിഡ് പോയിന്റ് തിയറത്തിന്റെ പ്രൂഫാണ്. എക്സാമിന് മിഡ് പോയിന്റ് തിയറം എന്നുള്ള വേർഡ് വരില്ല, നമ്മൾ ആ പറഞ്ഞ സെന്റൻസ് ആയിരിക്കും തരുന്നത്. ഷോ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും എക്സാമിന്. ഷോ ദാറ്റ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് any two sides of a triangle is parallel to third side and half of the third side. എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവിടെ ട്രയാങ്കിൾ എ ബി സി എല്ലാവരും കണ്ടല്ലോ. എ ബി സി, അതിനകത്ത് എ ബി എന്ന് പറഞ്ഞ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ഇ, എ സി എന്ന് പറഞ്ഞ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് എഫ്. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇ എഫ് എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഇ എഫ് എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന്റെ പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത, ഇ എഫ് എന്ന് പറഞ്ഞ ഈ സൈഡ് ബി സി എന്ന് പറഞ്ഞ ഈ സൈഡ് എന്തായിരിക്കും, പാരലലാണ് എന്ന് ഷോ ചെയ്യണം. രണ്ട്, ഇ എഫ് എന്ന് പറയുന്നതിന്റെ ലെങ്ത് ബി സി എന്ന് പറയുന്ന ലെങ്തിന്റെ ഹാഫ് ആണെന്നും ഷോ ചെയ്യണം. അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഷോ ദാറ്റ് എന്തൊക്കെയാണ്, ഇ എഫ് പാരലൽ ടു ആരാ, ബി സി, ആൻഡ് ഇ എഫ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആരാ, ബി സി. ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഇവിടെ അവർ തന്നേക്കുന്നത് ഇ ആൻഡ് എഫ് ആർ ദ മിഡ് പോയിന്റ്സ്, അത്രയും മാത്രമേ അവർ തന്നുള്ളൂ കേട്ടോ. ഇ is the midpoint of AB and F is the midpoint of AC. Then the line segment EF is parallel to BC and EF is equal to half of BC. Okay, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു എക്സ്ട്രാ കൺസ്ട്രക്ഷൻ ആണ് ഈ സൈഡിൽ വരച്ചേക്കുന്നത്. എന്താണ് കൺസ്ട്രക്ഷൻ നോക്കിക്കേ. നമ്മൾ ഈ സൈഡ് ബി ഇ എന്ന് പറയുന്ന സൈഡിന് അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ട് സി ഡി വരച്ചേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഡ്രോ സി ഡി പാരലൽ ടു ആരാ, എ ബി എന്ന് വേണേ അയക്കാം, അല്ലെങ്കിൽ ബി എന്ന് എന്തേലും എ ബി. ഓക്കെ, ഈ സി ഡി എന്ന് പറഞ്ഞ ലൈൻ നമ്മൾ ഡ്രോ ചെയ്തേക്കുന്നത് എ ബിക്ക് എങ്ങനെയാ, പാരലൽ കേട്ടോ, പാരലായിട്ട്. എന്നിട്ട് ഇ എഫ് എക്സ്റ്റെൻഡഡ് ടു എവിടം വരെയാ, ഡി. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്ന രണ്ട് കാര്യങ്ങൾ. എന്നിട്ട് ഇനി നമ്മുടെ ജോലി ഈ രണ്ട് ട്രയാങ്കിൾസുകളെ ആദ്യം ഒന്ന് കോൺഗ്രുവന്റ് ആക്കണം. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസുകൾ എന്താക്കണം, കോൺഗ്രുവന്റ് ആക്കണം. ഏതൊക്കെ ട്രയാങ്കിൾസുകൾ, എ ഇ എഫ് ആൻഡ് സി എഫ് ഡി. ഓക്കെ, കൺസിഡർ the triangles AEF and CFD. Consider triangles AEF and CFD. Okay, ഈ രണ്ട് ട്രയാങ്കിളുകളെ കൺസിഡർ ചെയ്താൽ നമുക്ക് എന്തൊക്കെ കമ്പാരിസൺസുകൾ പറ്റുമെന്ന് നോക്കണം. ഈ രണ്ട് ട്രയാങ്കിൾസിലെയും കമ്പയർ ചെയ്ത് തുല്യമാക്കാൻ പറ്റുന്ന പാർട്സുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റണം. നിങ്ങളുടെ രീതിയിൽ കൂടെ ഈ രണ്ട് ട്രയാങ്കിൾസുകൾ എങ്ങനെയാ നമുക്ക് ഒന്ന് കോൺഗ്രുവന്റ് ആക്കാൻ പറ്റുന്ന റീസൺസ് ഉണ്ടെങ്കിൽ പറയാം. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട്. അതായത് ഈ ആംഗിളും തമ്മിൽ എന്താണ്, ഈക്വൽ ആണ്. അതൊരു റീസൺ. അപ്പൊ നമുക്ക് എഴുതാം, ആംഗിൾ AFE equal to AFE equal to angle CFD. റീസൺ എന്താണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ്. ഫസ്റ്റ് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കോൺഗ്രുവന്റ് ആക്കാൻ, അതിനുള്ളിൽ ഒന്ന് ശരിയായി. ഇനി രണ്ട്, അടുത്ത എന്തെങ്കിലും ഉണ്ടെ പറ, വേറെ എന്തെങ്കിലും. ഈ രണ്ട് ട്രയാങ്കിൾസുകളെ കമ്പയർ ചെയ്താൽ നമുക്ക് ഏതായിരുന്നു, എ ഇ ഈക്വൽ ടു സി ഡി അല്ലേ, എ ഇ ഈക്വൽ ടു സി ഡി. റീസൺ പറ. എയും സി ഡിയും തമ്മിൽ ഈക്വൽ ആണെന്നുള്ളതിന്റെ റീസൺ ഇല്ല, അതില്ല, നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ഇ എഫ് ഈക്വൽ ടു എഫ് ഡി എന്ന് ഇപ്പോൾ പറയാനുള്ള റീസൺ, എഫ് മിഡ് പോയിന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ആണെന്നല്ല, ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഏതാ, അത് പറയാം.
AF ഈക്വൽ ടു CF അത് പറയാം. AF ഈക്വൽ എത്ര? ഈ ലെങ്തും ഈക്വല. അതിന്റെ റീസൺ എഫ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിന്റെ മിഡ് പോയിന്റ് അല്ലയോ? നോക്കിക്കേ, AC-യുടെ മിഡ് പോയിന്റ് അല്ലയോ? ആരാ? എഫ്. അപ്പൊ നമുക്കറിയാം റീസൺ എന്താണ്? എഫ് ഈസ് ദ എന്തോ പോയിന്റ് ആണ്? മിഡ് പോയിന്റ് ഓഫ് ആരാണ്? AC. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളായി. ഇനി ആംഗിൾ DCF ഇതാണോ? ഓക്കെ. ഇത് ആംഗിൾ EAF ഇത് കറക്റ്റ് ആണ് മോനെ, ശരിയാണ്. കാരണം ഇത് നമ്മൾ ഇയാൾക്ക് എങ്ങനെയാ വരച്ചേക്കുന്നത്? പാരലൽ. ഈ ലൈൻസുകൾ എങ്ങനെയാ പോയേക്കുന്നത്? പാരലൽ. ഈ രണ്ട് ആംഗിൾസുകൾ തമ്മിൽ എന്താവും? ഈക്വൽ ആവും. ഏതാ റീസൺ? ഓൾട്ടർനേറ്റ് ഇന്ത്യ. അപ്പൊ അത് എഴുതാം, ആംഗിൾ DCF. ഓക്കെ, DCF ഈക്വൽ ടു ആംഗിൾ EAF. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. മതി. ഇപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്? ഈ രണ്ട് ആംഗിൾസുകൾ ഈക്വൽ, ഈ സൈഡുമായിട്ട് ഈക്വൽ, ഈ രണ്ട് ആംഗിൾസുകൾ ഈക്വൽ. Therefore, two angles and included sides are equal. Therefore, triangles are congruent by ASA congruency. Therefore, triangle AEF congruent to triangle CFD. Okay, അങ്ങനെ ഈ രണ്ട് ട്രയാങ്കിൾസുകൾ തമ്മിൽ എന്തായി? കോൺഗ്രുവന്റ് ആയി. ഇനിയാണ് നമുക്ക് ബാക്കി. നമുക്ക് ഇതൊന്നും കൊണ്ട് കാര്യമില്ല. ഇതൊന്നും അല്ല ചോദിച്ചിരിക്കുന്നതാണോ? ഇതൊക്കെയാണ് ചോദിച്ചിരുന്നത്. കോൺഗ്രുവൻസി ആകണമെന്നാണോ? അല്ല. നമുക്ക് ചോദിക്കേണ്ടത് EF എന്ന് പറയുന്ന ലെങ്ത് അല്ലെങ്കിൽ EF എന്ന് പറയുന്ന സൈഡ് BCക്ക് പാരലൽ ആവണം. അതിൽ EF ഈക്വൽ എത്രയാണ്? ഹാഫ് ഓഫ് BC. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അടുത്തത് പറയാൻ പറ്റുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ നമുക്ക് പല കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്. EF ഈക്വൽ ടു FD എന്ന് ഇനിയും നിങ്ങൾക്ക് പറയാം. EF ഈക്വൽ എത്ര എന്ന് പറയാം? CPCT. EF ഈക്വൽ ടു FD ആണത്. EF ഈക്വൽ എത്ര? FD. CPCT. അതുപോലെ ശ്രദ്ധിച്ചിരിക്കണേ, AE ഈക്വൽ ടു ആരെന്ന് പറയാം? CD. അതും ആരാ പോലെ? CPCT. ഈ ലെങ്തും തമ്മിൽ എന്താന്ന് പറയാം? ഈക്വലാന്ന് പറയാം, CPCT. നെക്സ്റ്റ് ബട്ട് അല്ലെങ്കിൽ AE ഈക്വൽ ടു BE ആമനെ. അതിന്റെ റീസൺ എന്തായിരുന്നു? E is the എന്തോ പോയിന്റ്? മിഡ് പോയിന്റ്. ശരിയല്ലയോ? E എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആകുമ്പോൾ ഈ ലെങ്തും തമ്മിൽ എന്തായിരിക്കും മോനെ? ഈക്വൽ. ഇത് രണ്ടോട് ഒന്ന് ചേർത്ത് വായിച്ചാൽ എന്ത് കിട്ടും? AE ഈക്വൽ ടു ആരെന്ന് കിട്ടിയായിരുന്നു? AE ഈക്വൽ ടു CD എന്ന് കിട്ടി. ബട്ട് ദിസ് AE is also equal to BE. അങ്ങനെയാണെങ്കിൽ therefore എനിക്ക് പറയാം BE ഈക്വൽ ടു CD എന്ന് പറയാം. ശരിയാണോ അല്ലയോ? ഈ രണ്ട് ലൈൻസുകളെ കൊണ്ട് എനിക്കത് പറയാൻ പറ്റുമോ? AE ആക്കിക്കലാ, AE ആക്കി വയ്ക്കലാ BE. അങ്ങനെയാണെങ്കിൽ CDയും Bയും തമ്മിൽ എന്താവണം? ഈക്വലാവണ്ടേ? ഇവ തമ്മിൽ എന്ന് പറഞ്ഞാൽ CD Aക്ക് ഈക്വലാ, BEയും Aക്ക് ഈക്വലാ. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ എന്തായി പറ്റൂ? ഈക്വൽ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും BE ഈക്വൽ എത്രയാണ്? BE ഈക്വൽ എത്രയാണ്? BE എന്ന് പറഞ്ഞ ഈ ലെങ്തും തമ്മിൽ എന്തായി മോനെ? ഈക്വലായി. രണ്ടാമത്തെ കണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇവിടുത്തെ ഞാൻ ഇപ്പൊ വരയ്ക്കുന്ന ഈ ഫിഗർ ഉണ്ടാവും, പാരലോഗ്രമാക്കാം. അതിന്റെ റീസൺ ഇത് തമ്മിൽ പാരലായിരുന്നെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ CD എന്ന് പറയുന്ന ലൈൻ BE എന്താ മോനെ? പാടില്ല അല്ലേ? അപ്പൊ നമുക്ക് അതുപോലെ BE എന്ന് പറയുന്ന ലെങ്ത് CDക്ക് എന്താവുകയും ചെയ്തു? ഈക്വൽ. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഓൾറെഡി ഏതാ എന്ന് പറഞ്ഞാൽ BE ആർക്ക് പാരലായിരുന്നു, CDക്ക് എന്തായിരുന്നു? പറഞ്ഞത് ഈ B എന്ന് പറഞ്ഞാൽ AB. ഇത് ഫുള്ളി ഇയാൾക്ക് പാരലാന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് തമ്മിൽ എന്താണെന്നാ? പാരൽ. ഈ സൈഡും തമ്മിൽ എന്താണെന്നാ? പാരൽ. നല്ലത്
നല്ലത് സി ഡി എന്ന് പറയുന്നത് ആർക്ക് പാരലായിരുന്നു? എ ബിക്ക് പാരല. എ ബിക്ക് പാരല എന്ന് പറഞ്ഞാൽ ബിക്ക് എന്ത് തന്നെയാ? പാടില്ല. അതുപോലെ BE ഈക്വലാ സി ഡി. ഈ രണ്ട് കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും BCDE ഈസ് ആരാമനെ പാരലോഗ്രാം. അത്രയും പറയാൻ പറ്റും. അതിന്റെ റീസൺ എന്താന്ന് കേട്ടോ? One pair of opposite sides of a quadrilateral are parallel and equal, then it is a parallelogram. അതാണ് റീസൺ കേട്ടോ. ഈ BCDE എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഈ സൈഡും തമ്മിൽ പാരലാണ്. അതുപോലെ ഈ ലെങ്തും തമ്മിൽ എന്താണ്? ഈക്വലുമാണ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ്സുകൾ തമ്മിൽ പാരലും ഈക്വലും ആയി കഴിഞ്ഞാൽ അയാളെ നമുക്ക് ആരെന്ന് വിളിക്കാം? പാരലോഗ്രാം. അപ്പൊ നമുക്ക് BCDE ആരെന്ന് വിളിക്കാം? പാരലോഗ്രാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ആയി. അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. EF parallel to ആരായിരുന്നോനെ? BC. ഒരു കാര്യം ശരിയായി. അതിന്റെ പാരലോഗ്രാം. അപ്പം ഇത് പാരലോഗ്രാം. ഈ സൈഡ് നമ്മൾ എന്തായി? പാരലായി. ഓപ്പോസിറ്റ് സൈഡ്സുകൾ പാരലാവും. ഓക്കെ, ഇനി നമുക്ക് എന്താ ഷോ ചെയ്യേണ്ടത്? EF എന്ന് പറഞ്ഞാൽ BCയുടെ എന്താണെന്നാ? ഹാഫ്. അതെങ്ങനെയാന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. BC ആർക്ക് ഈക്വലാന്നറിയാമോ മോനെ? ED. ശരിയാണോ? BC എത്രയാണ്? ED ആണല്ലോ. അല്ലെങ്കിൽ തിരിച്ചാണ് ഇച്ചിരി നല്ലതായിട്ട് കിട്ടുക. ED ഈക്വൽ ടു BC. നിങ്ങൾക്ക് ഇത് നല്ലതായിട്ട് മനസ്സിലാവും തോന്നുന്നു. നോക്കാം. ED ഈക്വൽ ടു BC ആണോ അല്ലയോ? ആണ്. എന്തുകൊണ്ട് ED BC ഈക്വൽ ആ റീസൺ? പാരലൽ. ഓക്കെ, ED ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു മോനെ. EF പ്ലസ് FD എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈക്വൽ എത്ര മോനെ? BC. ശരിയാണോ അല്ലയോ? ആണല്ലോ. FDക്ക് പകരം ഞാൻ EF എന്ന് എഴുതുന്നു. അതെന്തുകൊണ്ടാ? ഇവിടെ ഉണ്ട്. ഇവിടെ EF ഈക്വൽ എത്ര? FD. EF ഉം FDയും ഈക്വലാ. അപ്പൊ ഞാൻ FDക്ക് ഇവിടെ പ്ലേസിൽ ആരെന്ന് എഴുതാം? EF. അപ്പൊ എത്ര EF ആയി മോനെ? That is 2 EF ഈക്വൽ എത്രയായി? അവിടുന്ന് EF എത്ര കിട്ടും മോനെ? ഹാഫ് ഓഫ് BC. പ്രൂഫ് ആയില്ലയോ? ഓക്കെ, ഇതാണ് ഏത് തിയറം? മിഡ് പോയിന്റ് തിയറം. ഇച്ചിരി ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അത്ര ഈസി അല്ല, ഇച്ചിരി ടഫാണ് പഠിക്കാൻ. പക്ഷെ എക്സാമിന് ചോദിക്കും. ഓക്കെ, ഒന്നുകൂടെ എളുപ്പം പറയാം. നമുക്ക് ABC BF എന്ന ട്രയാങ്കിൾ. E and F are the midpoints of AB and AC. Then EF parallel to BC and EF equal to half of BC. നമുക്ക് കൺസ്ട്രക്ഷൻ എന്താണ്? ഡ്രോ അല്ലെങ്കിൽ കൺസ്ട്രക്ട്. CD പാരലൽ ടു ആരാണ്? AB. അതുപോലെ EF എക്സ്റ്റെൻഡഡ് ടു എവിടെ വരെയാ? D. EF extended to D. Okay, consider firstly these two triangles. ആരൊക്കെയാ? AEF and CFD. ഈ രണ്ട് ട്രയാങ്കിൾസുകളെ കൺസിഡർ ചെയ്താൽ മൂന്ന് കാര്യങ്ങൾ ശരിയാവണം. ഒന്നാമത്തെ, ഈ സൈഡും അല്ലെങ്കിൽ ആദ്യം ഈ രണ്ട് ആംഗിൾ തമ്മിൽ ഈക്വൽ എന്ന് പറയാം. ഓക്കെ, വെർട്ടിക്കലി ഓപ്പോസിറ്റ്. These two sides are equal because F is the point, midpoint. Then this angle EAF equal to angle DCF. അതിന്റെ റീസൺ എന്തായിരുന്നു? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ. ഓക്കെ, അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ശരിയായി. Therefore these two triangles are congruent by ഏത് തിയറം? ASA. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ. ഇനി പ്രൂഫിലോട്ട് എത്താൻ പോവാണ്. Therefore EF equal to ആരെന്ന് പറയാം? EF equal to FD. റീസൺ CPCT. അതുപോലെ AE equal to CD CPCT. But AE equal to BE is the midpoint. Therefore ഈ രണ്ട് കാര്യങ്ങളെ വെച്ചാണ് നമുക്ക് പറയാം BE equal to ആണെന്ന്. ആരാ? CD. But BE parallel to ആരാന്ന് അറിയാം? CD. ഈ രണ്ട് കാര്യങ്ങളെ വെച്ചുകൊണ്ട് BCD എന്തായിട്ട് മാറും? പാരലോഗ്രാം. Therefore EF parallel to ആരാവും? EF parallel to ആരാവും? BC. Next ED equal to അറിയാം? BC. Okay, ED then ED equal to BC. And the reason when എഴുതാം? Opposite sides of parallelogram.
ED can be splitted as EF plus FD equal to BC. Again, FD ക്ക് പകരം ആരെന്ന് എഴുതാം? EF FD equal അപ്പോൾ FD യുടെ പ്ലേസിൽ EF എന്ന് എഴുതുമ്പോൾ 2 times of ആരായി? EF. അവിടുന്ന് EF വേണമെങ്കിൽ 2 ഇപ്പോൾ തരും 1/2 ആവും. Therefore, EF equal to 1/2 BC.